കൂട്ടുകാരെ, സുഗമോദേവിയിൽ വളരെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ പ്രമോൻ അതിലുള്ള സൂചനകൾ തന്നെയായിരുന്നു. നമ്മുടെ പ്രഭാവതിയോട് നമ്മുടെ സിദ്ധാർത്ഥൻ കാര്യങ്ങളൊക്കെ തുറന്നടിക്കുന്നുണ്ട്. ഇനി നമ്മൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയാണ്. നമ്മുടെ മകൻ മനഃപൂർവ്വം ഒരിക്കലും നമ്മുടെ മീരയെ അപകടപ്പെടുത്തിയിട്ടില്ല, അവന് ഒരു കയ്യബദ്ധം പറ്റിയതാണ് എന്നൊക്കെ നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട്. പക്ഷേ പ്രഭാവതിയുടെ ആ ഒരു തീരുമാനം എന്താണ്, ഉദ്ദേശം എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ല കേട്ടോ. പ്രഭാവതി നമ്മുടെ സിദ്ധാർത്ഥന്റെ അടുത്ത് ഒരു ദേഷ്യപ്പെട്ടാണ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ പ്രഭാവതിയുടെ ഉദ്ദേശം? ഇനി നന്ദനെ, സ്വന്തം മകനെ പോലും നമ്മുടെ പ്രഭാവതി ഒറ്റ കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പുറത്ത് നമ്മുടെ രജനിയും പറയുന്നുണ്ട്, മീരെ ആരെങ്കിലും വകവരുത്തിയതാണെങ്കിൽ അയാൾക്ക് തക്ക ശിക്ഷ കൊടുക്കണം അച്ഛാ എന്ന് നമ്മുടെ രജനിയും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രജനിക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മുടെ പ്രഭാവതി മാത്രമാണ് നിലവിൽ അറിഞ്ഞിട്ടുള്ളത് നമ്മുടെ നന്ദനാണ് ഇതിന് പിന്നിലെന്ന്. വേറൊരു രംഗം കാണിക്കുന്ന നമ്മുടെ ദേവിയുടെ ആട്ടോ. ദേവി അവിടെ ഇങ്ങനെ എന്താ പറയാ, അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മൊട്ടവാസു നമ്മൾ കുറച്ച് എപ്പിസോഡുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ദേവിയെ കണ്ടപ്പോൾ മുതൽ ദേവിയുടെ ഇങ്ങനെ പറയുകയാണ്, ഒളിഞ്ഞു നോക്കുന്നു, അത് നോക്കുന്നു, ദേവിയുടെ അടുത്ത് പറയുന്നു നീ എന്തൊരു സുന്ദരിയാണെന്നൊക്കെ പറയുന്നു. അപ്പൊ ഇന്നത്തെ ആ ഒരു പ്രൊമോയില് നമ്മുടെ മൊട്ടവാസു നമ്മുടെ ദേവിയെ കടന്നു പിടിക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. അവിടെ ചുറ്റിനും ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ദേവി ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്, ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കരഞ്ഞു വിളിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലതാനും. നമ്മുടെ മൊട്ടവാസു മാത്രമാണിക്കും ഉണ്ടാകുക. നമ്മുടെ ദേവിയുടെ അവസ്ഥ എന്തായി തീരും? ഇപ്പോഴത്തെ നമ്മുടെ നന്ദന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും നമ്മുടെ പ്രഭാവതി എടുക്കാൻ പോകുന്നത്? വളരെ നിർണായകമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇനി നമ്മുടെ സുഗമോദേവിയിൽ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.